Rina Jobi. Again, welcome back to Soran Spicy. Soran Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി എടുക്കാവുന്ന നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ നമ്മളിത് റെഡിയാക്കാൻ നേരത്തെ കട്ടകളൊന്നുമില്ലാത്ത പൊടി എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ തേങ്ങയുടെ ആദ്യത്തെ കട്ടിയുള്ള 3 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര വേണം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേരിയേഷൻ വരുത്താം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ജീരകം വേണം. നല്ല ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിത് അല്പം ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് വേണ്ടത്. അല്പം കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് അല്പം ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നല്ല ലൂസ് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കട്ടകളൊന്നുമില്ലാതെ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കിണ്ണത്തപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ബാറ്ററി റെഡിയാക്കി വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഈ ബാറ്ററി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്ററി അല്പം കൂടെ ഒന്ന് കട്ടിയായ പോലെ നമുക്ക് തോന്നും. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ കിണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അപ്പം ഇതിനകത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനകത്തോട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ തിക്നെസ്സിലാട്ടോ നമ്മൾ കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കേണ്ടത്. അധികം തിക്നെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണ്ണത്തപ്പം അത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല. ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ തിക്നെസ്സിൽ ഞാൻ ബാറ്ററി കിണ്ണത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പത്തിനുള്ള ബാറ്ററി കിണ്ണത്തിൽ ഒഴിച്ച് സെറ്റാക്കി എടുത്തപ്പോഴേക്കും ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ അപ്പത്തിനുള്ള തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിണ്ണത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കിണ്ണത്തിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ബാറ്റർ നമ്മൾ ഇഡ്ഡലി തട്ടിലോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ജീരകം വിതറി കൊടുക്കാം. ഞാൻ നല്ല ജീരകമാണ് കേട്ടോ വിതറി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് കിണ്ണത്തപ്പം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തു. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ മുറിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. നന്നായിട്ട് ചൂടാറിയാലാണ് ഇത് നന്നായിട്ടത് വിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ? അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കിണ്ണത്തപ്പം റെഡിയാക്കി എടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.